എൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ ഫാർമസി എന്നുള്ള ബോർഡ് സാറ് കാണുന്നത് എൻ്റെ കിച്ചൻ്റെ ഫ്രണ്ടിലായിരിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത 100-ൽ 4% താഴെ മാത്രം മരണനിരക്കുണ്ടായിരുന്ന കോവിഡിന് നമ്മൾ കാണിച്ച പ്രിക്കോഷൻസും പ്രിവെൻഷൻസിൻ്റെയും 10-1 ഡയബറ്റിക് ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനോട് കാണിച്ചാൽ നമ്മൾ ഭൂരിഭാഗം പേരും രക്ഷപ്പെടും. പൊതുവെ നിങ്ങൾക്ക് ആത്മയിൽ വരുന്ന എന്തൊക്കെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാം? ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ അടുത്തേക്ക് വന്നോളൂ എന്നൊരു ഇന്ന് വരെ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ബോഡിയെ എങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. അവിടെ മരുന്നല്ല. അല്ല, ലോകം മറന്നുപോയ മരുന്ന് എന്നുള്ളത് ഭക്ഷണമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് 2025 ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന സാധനം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് മടിയാണ്. പുതിയ തലമുറയൊക്കെ എടുത്താൽ അരിഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അത് നമുക്ക് പറ്റിയതല്ല. അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് എന്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ഫിക്സ് കഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. 50 വർഷം കഴിഞ്ഞ് 2025 വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആരോഗ്യമുള്ള ഒരു തലമുറ നമ്മുടെയൊക്കെ സ്വപ്നമാണ്. നമ്മളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പാറ്റേൺ മാറി വരുന്ന അസുഖങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡയബറ്റിക്സിൻ്റെ തലസ്ഥാനമായി തീരുമോ നമ്മുടെ രാജ്യം എന്നൊക്കെ ചിന്തിക്കേണ്ട കാലമായി തുടങ്ങി. വളരെ ചെറുപ്രായത്തിലാണ് ഹൃദ്രോഗങ്ങൾ വരുന്നത്. കുട്ടികൾക്ക് വരെ ഡയബറ്റിക്സ് വരുന്ന കാലം. നമ്മളൊക്കെ ഇതിനെ പ്രതിരോധിക്കുന്നത് മരുന്നുകൾ കൊണ്ടാണോ, അതോ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായോ? സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് ചിലരെങ്കിലും കളിയാക്കാറുള്ള നാച്ചുറോപ്പതി പ്രകൃതിയിലേക്ക് തിരിച്ചു പോകലാണോ നമുക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ എന്നോടൊപ്പം ഒരു യുവ ഡോക്ടർ കൂടെയുണ്ട് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി വളരെയധികം ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവ ഡോക്ടറാണ് ഡോക്ടർ അഭിജിത്ത്. സ്വാഗതം സ്പാർക്കിലേക്ക്. നമസ്കാരം. താങ്കൾ എൻ്റെ ഈഗിൾ കോച്ചിങ്ങിൽ വന്നപ്പോഴാണ് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ താങ്കളോട് ചോദിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും ഒരു ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിരുത്തി നമ്മുടെ പ്രേക്ഷകർക്കും താങ്കളുടെ അനുഭവക്കുറിപ്പുകൾ പങ്കുവയ്ക്കണമെന്ന്. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ സ്ഥലം കോട്ടയാണ്. കോട്ടയത്ത് ഐമനം എന്നുള്ളൊരു ഗ്രാമത്തിലാണ്. ഐമനത്താണ് എൻ്റെ വീട്. പഠിച്ചതൊക്കെ? എൻ്റെ സ്കൂളിംഗ് എല്ലാം ഞാൻ കോട്ടയത്ത് തന്നെയായിരുന്നു. കോട്ടയത്ത് കുമാരനെല്ലൂർ സ്കൂളിലും കോട്ടയം ടൗണിലൊക്കെ ആയിട്ട് സ്കൂളിംഗ് കഴിഞ്ഞു. മെഡിസിൻ ഞാൻ പഠിച്ചത് ധർമ്മസ്ഥല എന്നുള്ള മംഗലാപുരത്തിനടുത്തുള്ളൊരു സ്ഥലത്താണ്. കോഴ്സ് എന്തായിരുന്നു? BNYS എന്നാണ്, ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്നുള്ളൊരു 5.5 വർഷത്തെ മെഡിക്കൽ കോഴ്സാണ്. താങ്കളുടെ പാരൻസ് ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എൻ്റെ അച്ഛൻ അമ്പലത്തിൽ റിട്ടയർഡ് പൂജാരിയായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആയ ദേവസ്വം ബോർഡിൽ. അമ്മ ടീച്ചറാണ്. എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ് ചെയ്യുന്നവരില്ല. വളരെയധികം സ്ട്രഗിൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു താങ്കളുടെ അല്ലേ ഇനീഷ്യലി? അതായത് സാർ, സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നേക്കാളും കൂടുതൽ സ്ട്രഗിള് എന്നുള്ളത് അച്ഛനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അച്ഛനൊരു 8 വയസ്സുള്ളപ്പോഴൊക്കെയാണ് അച്ഛൻ്റെ അച്ഛൻ മരിച്ചു. ഒരു രോഗം വന്ന് മരിച്ചു പോയതാണ് പെട്ടെന്ന്. അതിന് അച്ഛനൊരു ചേച്ചിയും ഒരു അനിയനുമായിരുന്നു ഉണ്ടായിരുന്നു. അച്ഛനൊരു 10ാം ക്ലാസ്, ഒരു 15 വയസ്സാകുമ്പോൾ തൊട്ട് അച്ഛൻ അമ്പലത്തിൽ ശാന്തി ചെയ്യാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ 10ാം ക്ലാസ്സിൽ അച്ഛന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ചതും അനിയനെ നന്നായി പഠിപ്പിച്ചതും, അന്നത്തെ കാലത്ത് പോളിടെക്നിക്കിലൊക്കെ വിട്ട് പഠിപ്പിക്കുക, പിന്നീട് എൻ്റെ അറിവ് വെച്ച നാളിന്ന് വരെ അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പൂജാരിയാണ് അച്ഛൻ. അച്ഛൻ്റെ സ്ട്രഗിളാണ് നമ്മളുടെയൊക്കെ ഊർജ്ജം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഫയർ ഇന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അച്ഛനാണ്. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛനും കൂടി ഈ റേഷൻ കടയിലൊക്കെ പോയി നിന്നിട്ട് വൈകിട്ട് ഇത് എടുത്തു കഴിഞ്ഞ് താഴെ വീഴുമല്ലോ അരി, അത് തൂത്തെടുത്ത് ഭക്ഷണം വെച്ച് കഴിച്ച ഒരു. കാരണം ആ സമയത്ത് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ടിപ്പിക്കലി ഒരു അപ്പർ കാസ്റ്റിലൊക്കെ ഉള്ളവരായതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഒത്തിരി അച്ഛൻ സഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അച്ഛൻ്റെ ഒരു പിറന്നാളിന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബന്ധുക്കൾ തന്നെ വന്നിട്ട്
അതെല്ലാം ചവിട്ടി തെറിപ്പിച്ചിട്ട് അങ്ങനെ കുറേ നെഗറ്റീവ് പറയും. പിന്നീട് ഞാൻ വളർന്നു വരുമ്പോൾ അതേ ബന്ധുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ഈ മടിയിലിട്ടാണ് വളർത്തിയെന്നൊക്കെ പറഞ്ഞ്. സോ അച്ഛൻ കടന്നുപോയ ജീവിതമാണ് നമ്മുടെ ഊർജ്ജം, അതാണ് സ്ട്രഗിൾ. ഇപ്പം നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊന്നും അനുഭവിച്ചില്ല. നിങ്ങൾ എത്ര മക്കളാണ്? ഞാനും എൻ്റെ അനിയനുമാണ്. രണ്ടുപേരെയും പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. അതെ, നമ്മളെ ഇങ്ങനെ ആക്കിയത് അച്ഛനാണ്. അച്ഛൻ്റെ ചോരയും വേർപ്പും ഒക്കെയാണ്. ഇപ്പം മറ്റ് കുട്ടികൾ പറയുന്നത് പോലെ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നൊരു ആളല്ല അച്ഛൻ. അച്ഛൻ അതിലൊന്നും സമയമില്ല. അച്ഛൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അമ്പലത്തിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞു അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്ന, അച്ഛൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. സോ അത് കണ്ടിട്ട് അതിൽ നിന്ന് ഊർജ്ജമാണ് നമ്മളുടെ മുമ്പോട്ടുള്ള യാത്ര. താങ്കൾ പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ ഇന്റേൺഷിപ്പിൽ എൻ്റെ ബാച്ചൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ? അതെ. നേരിട്ട് ജോലിയൊന്നും അല്ലല്ല, ഞാൻ നേരിട്ട് സാഹചര്യം എന്തായിരുന്നു? ഞാൻ നേരിട്ട് ജോലി ചെയ്തിട്ടില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാർ, ഈ ആയുർവേദവും നാച്ചുറോപ്പതിയൊക്കെ കഴിഞ്ഞ് 5.5 വർഷം പഠിച്ച് കഴിഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി ആ ഡോക്ടേഴ്സിന് ഇവിടെയുള്ള പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 to 15,000 ആണ് സ്റ്റാർട്ടിങ് എന്നുള്ളത്. അതൊരു വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അതാണ് ഒന്ന്, നമ്മളുടെ മൈൻഡിൽ ജോലിക്ക് പോകണോ വേണ്ടയോ എന്നുള്ള തോട്ടിൽ ആദ്യം വരുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാനും എൻ്റെ അനിയനും എൻ്റെ 2 സുഹൃത്തുക്കൾ, ഞങ്ങൾ 4 പേരും കൂടി 2021 ജനുവരിയിൽ ഞങ്ങളൊരു ഓൾ ഇന്ത്യ യാത്ര പോയി. ഞങ്ങളുടെ സ്വിഫ്റ്റ് കാറിൽ ഞങ്ങളൊരു 42 ദിവസം ഇന്ത്യ മുഴുവൻ കാറിൽ യാത്ര പോയി. അപ്പോൾ അതൊരു പ്രത്യേകതരം യാത്രയാണ്. ഞങ്ങൾ ഒരു ദിവസം പോലും ഹോട്ടൽ റൂം എടുത്തിട്ടില്ല. എല്ലാ ദിവസവും ടെൻറ്റ് പെട്രോൾ പമ്പിൽ അടിച്ച് അങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയൊരു യാത്ര. പണമില്ല കയ്യിൽ, അതുകൊണ്ട് ആ സമയത്ത് പോകാൻ അത്രയില്ല. കാരണം ഞാനും എൻ്റെ അനിയനും എൻ്റെ വീട്ടിൽ നിന്നുണ്ട്. സോ അത്രയും ബഡ്ജറ്റിൽ നമുക്ക് പോകാനുള്ള ഹോട്ടലൊന്നും പോയി സ്റ്റേ ചെയ്യാനില്ല സാഹചര്യമില്ല. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇതിടുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. അവരെ നേരിട്ട് വീട്ടിൽ കയറ്റാൻ സാധ്യത. കോവിഡ് ഉണ്ട് ആ സമയത്ത്, ക്വാറന്റൈൻ സെക്കൻഡ് വേവ് ഒക്കെ ആ സമയത്താണ്. അപ്പം ക്വാറന്റൈൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്ത് 14 ദിവസം കഴിഞ്ഞ് കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിലേ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള വളരെ സ്ട്രിക്റ്റ് നിയമമുള്ള സമയമാണ്. ആ സമയത്ത് നമുക്ക് പോയി സ്റ്റേ ചെയ്യാൻ, ഒരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമൊന്നും നമുക്കില്ല. അപ്പോഴാണ് അമ്മയുടെ ഒരു ഫാമിലി ഫ്രണ്ട്, നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്ന പോലെ ഒരു പത്മകുമാർ പപ്പേട്ടൻ്റെയും ദീപചിച്ചിയുടെ ഒരു വീട്, അവർ അമേരിക്കയിലാണ്, അവരുടെ ഒരു വീട് കോട്ടയത്ത് പനച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. പക്ഷെ അവർ അമേരിക്കയിലുണ്ട്, ആ വീട്ടിലാരും താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ആ വീട്ടിൽ പോകുമ്പോൾ അത് 10-15 വർഷമായിട്ട് ആരും താമസിക്കാത്തതിൻ്റെ എല്ലാ അതെ അപ്പോൾ എല്ലാ സംവിധാനങ്ങളും. അപ്പം ഞങ്ങൾ ഈ 14 ദിവസം കൊണ്ട് ആ വീട് വൃത്തിയാക്കി, നമുക്ക് താമസിക്കാൻ പറ്റുന്ന പോലെയായി. ഞങ്ങൾ അവിടെയാണ് ഞങ്ങളുടെ ക്വാറന്റൈൻ ജീവിതം കഴിച്ചു കൂട്ടി. അങ്ങനെ ക്വാറന്റൈനിൽ അവിടെ നിന്നപ്പോഴാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു പഴയ 4 കെട്ടാണ് സാർ, 4 കെട്ട് തറവാടാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റൽ എന്നുള്ളത്, നാച്ചുറോപ്പതി, വെൽനസ്, സുഖചികിത്സ എന്നുള്ള രീതിയിലൊരു ഹോസ്പിറ്റലിൽ ആലോചിച്ചുകൂടാ എന്നൊരു മൈൻഡ് വരികയും പപ്പേട്ടനോട് ചോദിച്ചപ്പോൾ പപ്പേട്ടനും കൂടെ ഒരുമിച്ച് സഹകരിച്ച് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അദ്ദേഹത്തിന് സന്തോഷമായി, കാരണം വെറുതെ പപ്പേട്ടൻ്റെ ഒരു അമ്മിണി അമ്മയും. അപ്പോൾ അവരും കൂടെ എൻ്റെ കൂടെ നിന്നപ്പോൾ നമുക്ക് ധൈര്യമായി. അങ്ങനെ അവരുടെയും ഒരുമിച്ചുള്ള സഹകരണത്തോടു കൂടിയാണ് നമ്മൾ 2021 ജൂലൈ 15-ാം തീയതിയാണ് ആത്മ ആരംഭിക്കുന്നത്. ആത്മ എന്നാണ് അതിന് പേരിട്ടത്. അത് നാച്ചുറോപ്പതി ബെഡുള്ള ഹോസ്പിറ്റലാണ്. അതെ, ആ സമയത്ത് സാർ 3 റൂമാണുള്ളത്. പഴയ 4 കെട്ടിൽ 3 റൂമാണുള്ളത്. ആ 3 റൂമിൽ നമുക്ക് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന 6 പേരെയാണ്. ആ സമയത്ത് ഞാൻ എന്നെക്കാളും എൻ്റെ കോളേജിൽ ഒരു 5 വർഷം സീനിയറായിട്ട് പഠിച്ച ഒരു ഡോക്ടർ ദീപേഷ്, ഡോക്ടർ പൂജ, എൻ്റെ സീനിയേഴ്സാണ് അവർ. അപ്പോൾ അവർ 2 പേരെയാണ് ഞാൻ എൻ്റെ സ്റ്റാഫായിട്ട് ഹയർ ചെയ്തത്. അവരുണ്ടായിരുന്നു, ഒരു ക്ലീനിങ് സ്റ്റാഫ്, ഒരു കിച്ചൺ സ്റ്റാഫ്, 2 മെയിൽ ആൻഡ് ഫീമെയിൽ 2 തെറാപ്പിസ്റ്റ്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ആ സമയത്താണ് എൻ്റെ ഒരു സീനിയർ ഡോക്ടർ ഗിരിനാഥനുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ആദ്യത്തെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു 30,000 ആണ് എൻ്റെ കയ്യിലേക്ക് നിന്നത്. നമുക്ക് വേറെ ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അപ്പോൾ അത് തന്നെയല്ല സാർ, ഇപ്പോൾ സാർ ചോദിച്ചില്ല വീട്ടിൽ നിന്ന് ഈ അച്ഛനോ അമ്മയോ ആരെങ്കിലും ബിസിനസ്സുകാരാണോ ചോദിച്ചില്ല. അവരാരും ബിസിനസ്സുകാരല്ലാത്തതുകൊണ്ട് തന്നെ ബിസിനസ് എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. മനസ്സിലായി. അതെ, കാരണം അംബാനിയും അദാനിയും പോലും സേഫ് അല്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സർക്കാർ ഉദ്യോഗം ചെയ്യുന്ന ഒരു കൂട്ടം നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പം
അവരെല്ലാം അങ്ങനെ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാ ബിസിനസ്സുകളും പ്രതിസന്ധിയിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾ തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം. അപ്പോൾ ഗിരിയേട്ടനാണ് എനിക്ക് ധൈര്യം തന്നത്. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ അമ്മയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അനുഭവത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ അവർ ഇത് ഈ ഒരു കൈൻഡ് ഓഫ് വേൾഡിലേക്ക് അധികം കാണാത്തതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പപ്പേട്ടൻ്റെയും ഗിരിയേട്ടൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ അങ്ങനെ ആത്മയ്ക്ക് തുടക്കം കുറിച്ചു. അതെ അതെ. പക്ഷേ ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഒരു പേഷ്യൻ്റ് വരണം. അതെ. അങ്ങനെ ആരെങ്കിലൊക്കെ എത്തിപ്പെട്ടോ അവിടെ? തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു സാർ. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പാരമ്പര്യമൊന്നുമില്ലല്ലോ. എൻ്റെ അപ്പൂപ്പന്മാരോ അമ്മമാരോ ഡോക്ടർമാരോ ഗുരുക്കന്മാരോ വൈദ്യന്മാരോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തെടുത്ത റിസൾട്ടിൽ നിന്ന് വേണം ആൾക്കാർ വരാൻ. കറക്റ്റാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി പറഞ്ഞു. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ കൊച്ചിയിൽ ആ സമയത്ത് വലിയൊരു ബ്രാൻഡിങ് കമ്പനിയുടെ അടുത്ത് ഞാൻ വന്നു. അപ്പോൾ ഞാൻ ഒരു 3000 രൂപ കൊടുത്താണ് ഒരു നമ്പർ മേടിച്ചിരുന്നു എൻ്റെ ആത്മയ്ക്ക് വേണ്ടി. 9496 എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫാൻസി നമ്പറാണ്. അപ്പം ഞാൻ തുടക്കത്തിലൊരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രാൻഡിങ് കമ്പനിയിൽ ഒരു വളരെ ഫേമസ് സംഗീത ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പോൾ സംഗീത ജനചന്ദ്രൻ. അപ്പോൾ സംഗീത ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഈ 2 ഫോണും വെച്ച്, എൻ്റെ പേഴ്സണൽ ഫോണും വെച്ചു, ഈ പറഞ്ഞ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച നമ്പരും വെച്ചിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് പേഷ്യൻസ് ഒക്കെ ഇപ്പോൾ വരുന്നത് മുഴുവൻ എൻ്റെ പേഴ്സണൽ നമ്പറിലാണ്. എനിക്ക് മറ്റേ നമ്പറിൽ കൂടി ആളുകൾ വരണം, എന്നാലേ നമ്മുടെ സ്ഥാപനം വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ അവിടെ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക, ആൾക്കാരെ പോയി കാണുക, കോംപ്ലിമെൻ്ററി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെ എല്ലാം ചെയ്തു നോക്കി സാർ. ഞാൻ തന്നെ മാസ്ക് വെച്ച് അമ്പലപ്പറമ്പിൽ പോയി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പത്രത്തിനകത്ത് വെച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു ഹോസ്പിറ്റലിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ആളുകൾ കുറച്ചുകൂടെ വരാൻ തുടങ്ങിയത് എനിക്കൊന്ന് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് ഒക്കെ വന്ന ഒരു സമയമാണ്. അങ്ങനെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാണ് പേഷ്യൻസ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2021 തുടങ്ങി 2023 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു 15 ബെഡായിട്ട് നമ്മളായി വളർന്നു. ആൾക്കാർ വന്നു തുടങ്ങി, റിസൾട്ട് കിട്ടി തുടങ്ങി. അതെ, അവരോട് നമ്മൾ സർ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒരാളോടും ഇന്ന് വരെ കോംപ്രമൈസോ അല്ലെങ്കിൽ നമ്മളൊരു നമുക്ക് പറ്റത്തില്ലാത്ത ഒരു കാര്യത്തിനെ നമ്മൾ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അവരോട് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളുടെ ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്യാനുള്ള മാർഗം നമ്മൾ പറഞ്ഞു തരാം. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള രൂപത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് കാണിച്ചു തരാം. അപ്പം അത് വളർന്നോ ഈ ആത്മാ? സാർ ആ സമയത്തേക്ക് നമ്മൾ 15 ബെഡുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറി. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു 2 months ഒക്കെ ഇപ്പോഴും ഒരു 2 months ഒക്കെ അഡ്വാൻസ് ബുക്കിംഗ് ഫുള്ളായിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് ആളുകൾ വന്ന് ഇപ്പോഴും ആ ഒരു ഫ്ലോ ഇങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് പോകും. വേറെ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങിയോ? ഞാൻ IP ഇപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങിലാണ്. OP സെൻ്ററുകളാണ് പിന്നീട് തുടങ്ങിയത്, ഔട്ട് പേഷ്യൻറ്റ്. കാരണം ഈ IPയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഒരു 7 ദിവസത്തേക്കാണ് ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 10 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു മാസം മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു 40-45 പേരെയാണ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആളുകൾക്ക് കൂടുതലായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആളുകളിലേക്ക് എത്താം എന്നുള്ള തോട്ട് പ്രോസസ്സിൻ്റെ മേളിലാണ് നമ്മൾ OP ആയിട്ടും നമുക്ക് കുറേ സർവീസ് കൊടുക്കാൻ പറ്റും. അതായത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്ന രൂപത്തിൽ. അങ്ങനെ OP സെൻ്ററുകൾ നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കോട്ടയത്ത് തന്നെ കഞ്ഞിക്കുഴി കോട്ടയം ടൗണിൽ സ്റ്റാർട്ട് ചെയ്തു, തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തു, കോഴിക്കോടുണ്ട്, ദുബായിലും ഞാനൊരു ക്ലിനിക്കായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ബ്രാഞ്ചുകളായിട്ട് OP സംവിധാനം ഇപ്പോൾ ഡെവലപ്പായി നിൽക്കുന്നു. വെരി ഗുഡ്. അതൊരു പെട്ടെന്നുള്ളൊരു വളർച്ച തന്നെയാണ് അല്ലേ? അതെ, കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിലെ വളർച്ചയാണ്. വളരെ സന്തോഷം. ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം പൊതുവെ സമൂഹത്തിൽ ചിലരെങ്കിലും, ഞാൻ ഉൾപ്പെടെയുള്ളൊരു സമൂഹമായിരിക്കണം എന്നില്ല, വളരെ നെഗറ്റീവായി കാണുന്നവരുമുണ്ട്. ആക്ച്വലി എന്താണ് ഈ നാച്ചുറോപ്പതി? നിങ്ങൾ എന്താണ് നാച്ചുറോപ്പതിയിലൂടെ സമൂഹത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്? സാർ, നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പണിയെടുക്കുന്നയാൾ നിങ്ങളുടെ ശരീരമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഞാൻ തന്നെയാണ്, നമ്മുടെ അമ്മയാണ്, അച്ഛനാണ്, അമ്മയാണ്. ഇപ്പോൾ ഭാര്യയും ഭർത്താവോടെ ഇരിക്കുമ്പോൾ ചോദിക്കും പറയും, ഭാര്യ പറയും എൻ്റെ ഭർത്താവാണ്, ഭർത്താവ് പറയും എൻ്റെ ഭാര്യയാണ്. സോ ഇതൊക്കെയാണ്. പക്ഷേ അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളാരാണ്? അത് നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ ബോഡിയാണ് എന്നുള്ളതാണ്.
ആ ബോഡിയെ എങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റമാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. അവിടെ മരുന്നല്ല. അല്ല, എൻ്റെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ, എൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ ഫാർമസി എന്നുള്ള ബോർഡ് സാർ കാണുന്നത് എൻ്റെ കിച്ചൻ്റെ ഫ്രണ്ടിലായിരിക്കും. അതെ. അപ്പോൾ മോസ്റ്റ് ഫോർഗോട്ടൺ മെഡിസിൻ, ലോകം മറന്നുപോയ മരുന്ന് എന്നുള്ളത് ഭക്ഷണമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് ആ ഭക്ഷണമാണ് എന്നുള്ളതാണ്. സോ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ, ലോകത്ത് സാർ 70% രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ്. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന 70% രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ റിവേഴ്സ് ചെയ്യാൻ ലോകത്തുള്ള ഒരേ ഒരു മാർഗം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ, ഇപ്പോൾ ഡയബറ്റിക് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ഏത് സാറിന് അറിയാവുന്ന ഏത് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് എടുത്തോളൂ. ഇപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിലൂടെ പോയാലും ഡയബറ്റിക് ഉള്ള ആളുകളെ സാറിന് അറിയാം. ആർക്കെങ്കിലും ഡയബറ്റിക് മാറിയതായിട്ട് അറിയാമോ? ഇല്ല. അവരൊന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ ഡയബറ്റിക് മാറുകയല്ല ചെയ്യുന്നത്, ഡയബറ്റിക് കൺട്രോൾ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മെറ്റ്ഫോർമിൻ 500-ൽ തുടങ്ങും, പിന്നീട് അത് 1000 ആവും. ഒരു നേരം കഴിക്കുന്നത് 2 നേരം കഴിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും, യൂണിറ്റുകൾ കൂടി വരും, അത് 2, 3, 4 നേരം ആവും. അത് അങ്ങനെ കൂടി വരുന്നതിനർത്ഥം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇത് ഒഴിവാക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? നമ്മുടെ ശരീരം തീരുമാനിക്കണം. ആ ശരീരത്തെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറോപ്പതി ചെയ്യുന്നത്. ശരീരത്തെ കൃത്യമായി, ഒരു ഡ്രഗ്ലെസ് തെറാപ്പിയാണ് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ, മരുന്നുകളില്ലാത്ത തെറാപ്പിയാണ്. BNYS എന്നുള്ളത് 5.5 വർഷം ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം അംഗീകരിച്ചിട്ടുള്ള, ഞാൻ പഠിച്ചത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, കർണാടകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിലൊന്നായ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 5.5 വർഷം പഠിച്ച് 4.5 വർഷം പഠിക്കും, 1 വർഷം ഇൻറ്റേൺഷിപ്പും ചെയ്ത് അവിടുന്ന് മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച്, കേരള മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച് രജിസ്ട്രേഷൻ നമ്പർ തന്നാണ് നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെയും എന്തുകൊണ്ടാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ സാർ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഒരു സയൻസിനെയും തള്ളിപ്പറയാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഞാൻ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഡയറ്റ് നോക്കാമെന്ന് പറയുന്നതിന് അത് അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത നിങ്ങൾക്ക് എമർജൻസി മെഡിസിൻ ആവശ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ചിലർക്ക് എക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ തുടക്കം മുതലേ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നിലേക്ക് പോകാതെ നമുക്ക് റിവേഴ്സ് ചെയ്യാനൊരു സിസ്റ്റം ഉണ്ട്. അതിനാണ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇവിടെ ഉള്ളത്. സോ അതിനെ അംഗീകരിക്കുക, നമ്മൾ എല്ലാവരെയും അംഗീകരിച്ച് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായി എല്ലാവരെയും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് സാർ. ഈ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നവർ ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ മേഖലയിലുള്ള ചിലപ്പോൾ വ്യാജന്മാരെ ആയിരിക്കും. അതെ സാർ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്യൂഡോ സയൻസ് വിളിക്കുന്നവരെ മുഴുവനായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ മോഡേൺ മെഡിസിൻ പോലെ, ഇപ്പം അലോപ്പതി പോലെ വ്യാജന്മാരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടി എടുക്കാനുള്ള സംവിധാനത്തിൻ്റെ കുറവും കൂടി വലിയൊരു പ്രശ്നമാണ്. 3 മാസത്തെയും 6 മാസത്തെയും ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ച് ഓൺലൈനിൽ പഠിച്ചിട്ട് അക്യുപഞ്ചർ ക്ലിനിക്ക് നടത്തുന്ന, അല്ലെങ്കിൽ വെൽനസ് ക്ലിനിക്ക് നടത്തുന്ന വ്യാജ ഡോക്ടർമാരിവിടെ ആവശ്യത്തിലധികമുണ്ട്. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാച്ചുറോപ്പതിയും ആയുർവേദവും പഠിച്ചിട്ട് നടത്തുന്ന ഡോക്ടേഴ്സ് നടത്തുന്നേക്കാളും കൂടുതൽ ക്ലിനിക്കുകൾ ഇതുപോലുള്ള ആളുകൾ നടത്തുന്നു. ഇവരായിരിക്കാം നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ട്. അതെ തീർച്ചയായിട്ടും. അപ്പം അവരുടെയും കൂടി പ്രസൻസ് ആണ് ആളുകളെ കൊണ്ട് ഈ സ്യൂഡോ സയൻസ് എന്ന് പറയിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ പൊതുവെ നിങ്ങൾക്ക് ആത്മയിൽ വരുന്ന എന്തൊക്കെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസ് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ അടുത്തേക്ക് വന്നോളൂ എന്നൊരു ഇന്ന് വരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു 6-7 കാര്യങ്ങളുണ്ട് സാർ. അതുള്ളവരെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഇഷ്യൂ ആണ് ഫാറ്റി ലിവർ എന്നുള്ളത്. ഫാറ്റി ലിവർ, ഓവർ വെയ്റ്റ്, ഡയബറ്റിക്, അതുകൂടാതെ സ്ത്രീകൾക്കുള്ള PCOD പ്രശ്നങ്ങൾ, കൂടാതെ അലർജികളാണ് സാർ. അലർജി പലതരത്തിലുള്ള, സ്കിന്നിനുള്ള അലർജി, പലതരത്തിലുള്ള അലർജികളുണ്ട്. കൂടാതെ തൈറോയിഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ്. അതുകൂടാതെ സന്ധിവേദനകൾ, നമ്മുടെ ജോയിൻറ്റ് പെയിൻസ്. ഇത്രയും കാര്യങ്ങളിലാണ് ആത്മ ഫോക്കസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫോക്കസ്. അതിലൂടെയാണ് നമ്മൾ യാത്ര. താങ്കളുടെ സ്ഥാപനത്തിൽ കിച്ചൺ ആണ്
ഫാർമസി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭക്ഷണ ക്രമീകരണം കൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും റിവേഴ്സ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. അതെ, നമ്മളുടെ അവിടെ ഭക്ഷണ ക്രമീകരണവും അതിനോടൊപ്പം അവർക്ക് വേണ്ട എക്സസൈസും വ്യായാമവും നമ്മൾ കൊടുക്കും. ഡിപ്പെൻസ് ആണ് സാർ. ഇപ്പോൾ 12 പേഷ്യൻസ് ആണ് നമ്മുടെ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത് എങ്കിൽ 12 പേർക്കും ചില സമയത്ത് 12 ബ്രേക്ക്ഫാസ്റ്റും 12 ലഞ്ചും 12 ഡിന്നറും ആയിരിക്കും. കാരണം ശരീരം വേറെയാണ്. അതെ, വേറെയാണ് സാർ. ഇപ്പോൾ എനിക്കും സാറിനുള്ള ഡയറ്റ് സെയിം അല്ല. എൻ്റെ ഇഷ്യൂസ് അല്ല സാറിന്. ചിലപ്പോൾ നമുക്ക് ഒരു ഇഷ്യൂസ് ഇല്ലാത്തവർ കാണും, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വരുന്നവർ കാണും. കാരണം ആത്മ എപ്പോഴും പറയുന്നത് ആത്മരോഗങ്ങളെ പറ്റി സംസാരിക്കുന്ന സ്ഥലമല്ല, നമ്മൾ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന സ്ഥലമാണ് എന്നാണ്. ഇത് രണ്ടും വളരെ വ്യത്യാസമുള്ള 2 ടോപ്പിക്കാണ്. സോ ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കാനും ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാനും ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് ആത്മയിലേക്ക് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വലി ഡിപ്പെൻഡ് ആണ് സാർ. ആരുടെ ഡയറ്റ് എന്ത് ഡയറ്റ് എന്നുള്ളത് ഇൻഡിവിജ്വലി ഡിപ്പെൻഡ് ചെയ്താണ്. കസ്റ്റമൈസേഷൻ ആണ് അവിടെ 100% സാർ, 100%. രാവിലെ ഒരു 6:30 എഴുന്നേറ്റാൽ വൈകിട്ട് ഒരു 8 മണി വരെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റും ഭക്ഷണവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6:30 എണീറ്റാൽ ഒരു 6:45 ഒരു ജ്യൂസ് ഉണ്ടാവും. ആ ജ്യൂസ് കസ്റ്റമൈസ്ഡ് ആയിരിക്കും. ചിലർക്ക് ആഷ് ഗാർഡ് ജ്യൂസ് ആയിരിക്കും, ചിലർക്ക് വെണ്ടയ്ക്ക കുതിർത്ത് വെച്ച വെള്ളമായിരിക്കും. അപ്പോൾ സോ അത് ഡിപ്പെൻഡാണ്. അത് കഴിഞ്ഞ് യോഗ ഉണ്ടാവും. യോഗയ്ക്ക് ശേഷം ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റും ഡിഫറെൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ മസാജ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്, അതും ഡിഫറെൻ്റ് ആണ്. ഏതാണ്ട് 30 ടൈപ്പ് മസാജ് ഉണ്ട്. എന്ത് ആവശ്യത്തിനാണ് നിങ്ങളോട് വന്നത് ആ ടൈപ്പ് മസാജ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് കഴിഞ്ഞ് മഡ് ബാത്ത്, ടർമറിക് ബാത്ത്, അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റും നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റും ഭക്ഷണവും കസ്റ്റമൈസ്ഡ് ആണ്. ഇന്ന് വളരെയധികം കൺഫ്യൂഷനും ഡിസ്കഷനും ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഭക്ഷണം. അപ്പോൾ നമ്മളൊക്കെ പൊതുവേ പറയുന്നൊരു വാക്കാണ്, നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ അരിഭക്ഷണമാണ് കഴിക്കുന്നത്. കാലത്തും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തലമുറയൊക്കെ എടുത്താൽ അരിഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു, അത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഭക്ഷണത്തിലോട്ട് കിടക്കുന്നൊരു കാലം? എന്താണ് ഡോക്ടർ പറയാനുള്ളത്? സാർ, ഈ അരിഭക്ഷണം ഒഴിവാക്കുന്നിടത്തല്ലല്ലോ പ്രശ്നം. അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് എന്ത് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഫിക്സ് കഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ രാവിലെ ഇഡലിയും ദോശയും പുട്ടും ഉപ്മാവും അപ്പവും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മൾ പോകുന്നത് പിസ്സയിലേക്കും ബർഗറിലേക്കും ആണ്. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നതും എഗെയിൻ സാൻഡ്വിച്ചുകളും കാര്യങ്ങളുമാണ്. വൈകിട്ട് നമ്മൾ കുഴിമന്തിയും അൽഫാമും ഷവർമയാണ് നമ്മൾ കഴിക്കുന്നത്. അത് വലിയൊരു ഇഷ്യൂ ആണ് സാർ. പിന്നെ നൂറ്റാണ്ടുകൾ ആൾക്കാർ അരിഭക്ഷണം കഴിച്ചിട്ടും അവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ ചെയ്ത ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇന്നത്തെ ആരും ചെയ്യുന്നില്ല. അത് സത്യമാണ്. ഇപ്പോൾ ഏത് ജോലി ആയിക്കോട്ടെ, ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും 10 കിലോമീറ്ററിനടുത്ത് നടക്കും, അല്ലെങ്കിൽ സൈക്കിളിൽ നടക്കും. അപ്പോൾ വ്യായാമമുണ്ട്. വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആവശ്യത്തിൽ കൂടുതൽ അരിയാട്ടുമായിരുന്നു, ചൂല് അവർ തൂക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം വ്യായാമം ഉണ്ടായിരുന്നു. പറമ്പിൽ പണിയെടുക്കുന്നവരായിരുന്നു, അവരുടെ ശരീരം വേർക്കുന്നവരായിരുന്നു, അവർക്ക് ചെളി പറ്റിയാൽ വിരോധമില്ലാത്തവരായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു സംവിധാനമേ വരുന്നില്ല. അവരാരും വേർക്കുന്നില്ല, അവരാരും അവരുടെ ഫിസിക്കൽ ബോഡി അനങ്ങുന്നില്ല. അപ്പോഴാണ് ഈ അരിയാഹാരം തന്നെ അവർക്ക് പ്രശ്നമായി മാറുന്നത്. അരിയാഹാരം പ്രശ്നമായി മാറുമ്പോഴും അവരോട് റിപ്ലേസ് ചെയ്യാൻ പറയുന്നത് ഒരിക്കലും അവർ ഈ കഴിക്കുന്ന ഒരു ഫുഡും അല്ല. ഇപ്പോൾ കുഴിമന്തി കഴിക്കുന്നു. ഇപ്പോൾ കുഴിമന്തി എന്നുള്ളത് പല രാജ്യങ്ങളിലെ കുഴിമന്തി ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ചില രാജ്യങ്ങളുടെ പേര് പഠിക്കുന്നത് പോലെ ഈ കുഴിമന്തിയിൽ നിന്നാണ്. യമൻ കുഴിമന്തി, ഖുറേഷി കുഴിമന്തി, പല തരത്തിലാണ് സാർ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളിലെ ഭക്ഷണവുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഇപ്പോൾ സാറ് ദുബായിൽ പോയി യഥാർത്ഥത്തിലുള്ള കുഴിമന്തിയും ഇവിടെ ഇവർ ദുബായിലെ കുഴിമന്തി എന്ന് പറഞ്ഞ് വിൽക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല. അവിടെ ഇത്രയും ഓയിലില്ല, അവിടെ ഇത്രയും മസാലയില്ല, അവർ ഇത്രയും അൺഹെൽത്തി ആയിട്ട് ഒരു വേണ്ടാത്ത കെമിക്കൽ ഉപയോഗിക്കാതെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അൺലിമിറ്റഡ് റൈസ് കൊടുക്കുന്നു, നമ്മൾ അതുപോലത്തെ ഫുഡ് കഴിക്കുന്നു. അതാണ് ഇന്നത്തെ പെൺകുട്ടികളിൽ 80% പെൺകുട്ടികൾക്കും PCOD വരുന്നു. PCODയുടെ കോംപ്ലിക്കേഷനായിട്ട് ഇൻഫെർട്ടിലിറ്റി വരുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു. അതിൻ്റെ റീസൺ തപ്പിപ്പോകുമ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാറ്റി ലിവർ വരുന്നു, ആണുങ്ങൾക്ക് ED പ്രശ്നങ്ങൾ, സെക്ഷൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് പോകുമ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഫുഡ് ഹാബിറ്റാണ് നമ്മൾ അവരോട് കറക്റ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ ആത്മയിലൂടെ എത്ര പേരെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ടുണ്ട്? ഇപ്പോൾ സർ, നമ്മളുടെ ഈ 2025 ഈ ഏപ്രിൽ വരെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ 12,086 ആണ് നമ്മളുടെ അക്കൗണ്ട്. വെരി ഗുഡ്. ഒരു കോവിഡ് കാലത്ത് കാട് പിടിച്ച് കിടന്ന
അവിടെ നിന്ന് കിട്ടിയ ആശയത്തിലാണ് ഇത്രയും പേരെ സഹായം. അത് ഫിസിക്കലി അവിടെ വരുന്നവരാണോ അതോ ഓൺലൈൻ? അല്ല സാർ, നമുക്ക് 3 രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവിടെ കിടത്തി ചികിത്സയാണുള്ളത്. 2, ഈ സാറിന് നമ്മൾ പറഞ്ഞ പോലെ 5 സ്ഥലത്താണ് ഇപ്പോൾ OP ക്ലിനിക്കുകൾ ഉള്ളത്. മൂന്നാമത്തെ, നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ. ഓൺലൈനായിട്ട് നമുക്ക് 10-12 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു 1 hour നീണ്ടു നിൽക്കുന്ന കൺസൾട്ടേഷനാണ്. ആ കൺസൾട്ടേഷനോട് കൂടി അവർക്ക് വേണ്ട ഡയറ്റ്, അവർക്ക് വേണ്ട ഫുഡ് സപ്ലിമെൻറ്റ്സ്, അവർക്ക് വേണ്ട എക്സസൈസ്, യോഗ പോലുള്ള കാര്യങ്ങൾ ഓൺലൈനിൽ പഠിപ്പിക്കാൻ ഡോക്ടേഴ്സ് തന്നെ അവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് നമ്മുടെ ഗോവിന്ദ് പത്മസൂരിയും ഗോപികാനിലും അവരാണ് നമ്മളുടെ അതിൻ്റെ ബ്രാൻഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ 12,000 ആളുകളിലേക്ക്, കാരണം ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർ നിൽക്കുന്ന സ്ഥലമോ അവർ ജീവിക്കുന്ന രാജ്യമോ ലിമിറ്റേഷനായി മാറരുത് എന്നാണ് നമ്മളുടെ ആഗ്രഹം. സോ ഏത് രാജ്യത്തുള്ളവരെയും നമ്മൾ ഓൺലൈനിൽ കൂടിയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനും ഏതിനും മരുന്നിന് പുറകെ പോകുന്ന ഒരു തലമുറയാണ്. പലപ്പോഴും അതിൻ്റെ ഒരു റീസൺ നമ്മൾ തൊഴിൽ ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള സമയക്കുറവ് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുക, അവിടെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു മെക്കാനിസത്തിലേക്ക് നമ്മളൊക്കെ പോകേണ്ടി വരുന്നത് ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും അത് വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മളെ നയിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത്തരക്കാരോട് എന്താണ് പറയുന്നത്? മരുന്ന് മാത്രമാണോ എല്ലാം? അല്ല സാർ, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് നമ്മളുടെ നാട്ടിലെ രോഗങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു? ഭക്ഷണമില്ലാത്തതായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, സ്റ്റാർവേഷനായിരുന്നു, മാൽന്യൂട്രീഷനായിരുന്നു. സാർ, ഈ 50 വർഷം കഴിഞ്ഞ് 2025 വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇതാണ് മനുഷ്യൻ്റെ മാറ്റം. അപ്പോൾ അത് കൂടാതെ ഇന്ന് 2025 ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന സാധനം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് മടിയാണ് എന്നാണ്. മടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനം. അതുവഴിയാണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറും എല്ലാം വളരുന്നതിൻ്റെ ബേസിക് റീസൺ മടിയാണ്. ഈ മടിയാണ് ഇന്ന് കൂടി വരുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൻ്റെയും കാരണം. അപ്പോൾ അതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആളുകളോട് പഠിപ്പിക്കുന്നത്. നമ്മൾ ആളുകളോട് പറയുന്നതും എങ്ങനെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം എന്നുള്ളതാണ്. ശരിയാണ് സാർ, ടെക്നിക്കലി 5.5 വർഷം പഠിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഡോക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ആത്മീയയിലെ ഡോക്ടേഴ്സിനെ നമ്മളെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സ് എന്നാണ്. ഞങ്ങളൊരു ടീച്ചേഴ്സിനെ പോലെ വർക്ക് ചെയ്യാനാണ് സാർ ആഗ്രഹിക്കുന്നത്. അതായത് എങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാമെന്ന് പഠിപ്പിക്കുന്ന, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരായ, അത് ജോലിയായി കാണുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ്. സോ അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഫാർമയാണ്. കാരണം ഇത്രയധികം മെഡിക്കൽ സ്റ്റോറുകൾ, ഇത്രയധികം ഹോസ്പിറ്റലുകളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഷെയർ മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയർ അടിച്ചു കയറുന്നു, നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നു, അത് വളർച്ചയിലാണ്. അത് നമുക്കൊരു ത്രെറ്റാണ്. സാർ, നമുക്ക് ത്രെട്ടാണോന്ന് ചോദിച്ചാൽ നമുക്ക് ത്രെട്ടല്ല, അവർക്ക് നമ്മളൊരു ത്രെട്ടാണ് എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യത്തെപ്പറ്റി കൺസേൺ ആയ ഒരു തലമുറ വളർന്നു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും മരുന്നുകളൊന്നും നമുക്ക് കോവിഡിൻ്റെ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല സാർ. നമ്മൾ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ ഈ മരുന്നുകൾ കമ്പനിയിലൊക്കെ വലിയ നഷ്ടങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മളൊരു തരത്തിലും പെട്ടെന്നൊരു തലവേദന വന്ന് നമുക്കന്ന് ഡോളോ വേണ്ടി വന്നിരുന്നില്ല. കാരണം നമുക്ക് വീട്ടിലിരുന്ന് ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാമായിരുന്നു. നമുക്ക് ജലദോഷം വരുമ്പോൾ, നമുക്ക് പനി വരുമ്പോൾ നമ്മളുടെ മുതിർന്നവർ ഈ മരുന്നുകൾ എടുത്തിട്ടല്ല സാർ ഇതിനകത്ത് പുറത്ത് വന്നത്. പനി വന്നാൽ പനിച്ചു പോട്ടെ എന്നാണ് പറയുക. സോ അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാസ്റ്റ് ജീവിതം, ഈ ഇൻസ്റ്റൻറ്റ് ജീവിതം കയറി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സാറ് പറഞ്ഞാൽ അവർക്കൊന്നിനും സമയമില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ ഇതുപോലുള്ള ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഇതുപോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലൈഫ് സ്റ്റൈലിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കമ്പനികൾക്ക് വലിയ തകർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള 70% വരുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ റിവേഴ്സ് ചെയ്യാൻ ഓരോ മനുഷ്യനും തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ്. 12,000-ലധികം മരുന്നുകൾ പനിക്കുണ്ട്. കാരണം ഓരോ ബോഡിയും ഓരോ മരുന്നിനോടും റിയാക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഒരു ബോഡിക്ക് ഒരു മരുന്നിനോട് റിയാക്ട് ചെയ്യാം, അപ്പോൾ ബോഡിയാണ് തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പോൾ ആ ബോഡിയെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ വലിയൊരു ചേഞ്ച് ഉണ്ടാകും സാർ. പോസ്റ്റ് കോവിഡിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഹെൽത്ത് കോൺഷ്യസ് ആയി എല്ലാവരും. കാരണം
കോവിഡിൽ സർവൈവ് ചെയ്തവരാരാണ്? ഹെൽത്ത് ഉള്ളവരാണ്, ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ്. അതെ. അപ്പോൾ രോഗങ്ങളല്ല, ആരോഗ്യമാണ് പ്രധാനപ്പെട്ടതെന്ന് ആൾക്കാർക്ക് ഒരു തോട്ട് വന്നിട്ടുണ്ട്. സാർ, ഞാൻ എപ്പോഴും പറയുന്നത്, ഈ 100 പേരിൽ അല്ലെങ്കിൽ എത്ര ശതമാനമാണ് കോവിഡിൻ്റെ മരണനിരക്കെന്ന് സാറിന് ഓർമ്മയുണ്ടോ? കോവിഡിൻ്റെ മരണനിരക്ക് 3.8%. അതായത് 100 പേർക്ക് കോവിഡ് വരുമ്പോൾ 4 പേരിൽ താഴെയാണ് ആളുകൾ മരിക്കുന്നത്, അല്ലേ? നമ്മൾ ആ കോവിഡിനെ ടേക്ക് കെയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന് ആലോചിച്ച്. ആ കോവിഡിനെ ടേക്ക് കെയർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയ വാക്സിൻ നമ്മൾ എടുത്തിരുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത കുറെ മരുന്ന് കഴിച്ചിരുന്നു. ഡോളോയുടെ എണ്ണമൊക്കെ ഓർക്കാൻ പോലും പോയി. നമ്മൾ മാസ്ക് ഇട്ടിരുന്നു, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിരുന്നു, നമ്മൾ നമ്മളുടെ പോക്കറ്റിലും നമ്മുടെ പേഴ്സിലും നമ്മളുടെ ബാഗിലൊക്കെ സാനിറ്റൈസർ കൊണ്ട് നടന്നിരുന്നു, PPE കിറ്റ് ഇട്ടിരുന്നു. ശരിക്കും സാർ, കോവിഡ് എന്നുള്ളതൊരു പകർച്ചവ്യാധിയായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കോവിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നോ? ഇല്ല. ഇങ്ങനെ ചെയ്തവർക്കൊക്കെ കോവിഡ് വന്നിട്ടുമുണ്ട്, അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് വന്ന് ഈ ലോകത്ത് മരിക്കുന്നുണ്ട്. ഈ 8 സെക്കൻഡിൽ, ഓരോ 8 സെക്കൻഡിലും ആളുകൾ ഡയബറ്റിക് വന്ന് മരിക്കുന്നുണ്ട്. 3 പേരിൽ ഒരാൾക്ക് കേരളത്തിൽ ഡയബറ്റിക് ഉണ്ട്. 5 പേരിൽ ഒരാൾക്ക് ഇന്ത്യയിൽ ഡയബറ്റിക് ഉണ്ട്. 8 പേരിൽ ഒരാൾക്ക് ലോകത്ത് ഡയബറ്റിക് ഉണ്ട്. ഡയബറ്റിക്, സാർ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഡയബറ്റിക് ഹബ് ഓഫ് ഇന്ത്യ എന്നുള്ളത് കേരളമാണ്. ആ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത 100-ൽ 4% താഴെ മാത്രം മരണനിരക്കുണ്ടായിരുന്ന കോവിഡിന് നമ്മൾ കാണിച്ച പ്രിക്കോഷൻസും പ്രിവെൻഷൻസിൻ്റെയും 10-1 ഡയബറ്റിക് ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനോട് കാണിച്ചാൽ നമ്മൾ ഭൂരിഭാഗം പേരും രക്ഷപ്പെടും, ഹെൽത്തി ആവും. വേറൊരു കാരണം കൂടിയുണ്ട്, ഈ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് കൺട്രോളബിൾ ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പകർച്ചവ്യാധിക്ക് വേണ്ടി ഇത്രയും കൺസേൺ ആയ നമ്മൾ 100% നമ്മുടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്കിനെ പറ്റി ബോധമല്ല, ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ പറ്റി ബോധമല്ല. അതാണ് നമ്മൾ പുതുതലമുറയോടോ ജനങ്ങളോടോ. അത് തന്നെയാണ് എനിക്ക് ചോദ്യം, ആത്മയുടെ ഭാവി പരിപാടി എന്താ? സാർ, ആളുകളെ നമ്മൾ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാർ. നമ്മളുടെ ആളുകളെ നമ്മൾ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ആരോഗ്യത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുക. കഴിഞ്ഞൊരു 4 കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാൻ കൺസൾട്ടേഷനേക്കാളും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ്. 50 പേർ ഒരുമിച്ചുള്ള ഏത് സ്ഥലത്തും ഞാൻ പോയി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അത് ഏത് രാജ്യം, ഞാൻ US ട്രാവൽ ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്, ദുബായിൽ ട്രാവൽ, ഇനിയും അത് തന്നെയാണ് സാർ. ലോകത്ത് എവിടെയും 50 പേർ ഒരുമിച്ച് കൂടി മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ മനസ്സിലാവുന്ന ഏത് ആൾക്കൂട്ടത്തിലേക്കും വന്ന് ആളുകളെ എന്താണ് ഹെൽത്ത്, എങ്ങനെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാമെന്ന് അവരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഭാവി പരിപാടി. അതാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളെ ഈ പ്രയാണത്തിൽ സഹായിക്കാൻ ഇപ്പോൾ എത്ര പേരുണ്ട് ടീമിൽ? നമ്മുടെ ടീം ടോട്ടലി, നമ്മളുടെ സ്റ്റാഫും ഡോക്ടേഴ്സും ഉൾപ്പെടെ ഇപ്പോൾ 68 പേര് നമ്മുടെ സ്റ്റാഫായിട്ട്, വലിയൊരു ആർമിയുമായിട്ടാണ് താങ്കൾ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കൊരു 18 ഡോക്ടേഴ്സ് നമ്മളുടെ കൂടെ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും 10-12 ഡോക്ടേഴ്സ് ഉണ്ട്. സോ അങ്ങനെ 12,000-ൽ നിന്ന് എത്ര പേരെ സഹായിക്കാനാണ് പ്രയാണം? 2025 നമ്മൾ 50,000 പേരെ നമ്മൾ ടച്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ ഒരു IP, ഒരു കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റലും കൂടി നമ്മൾ വെരി സൂൺ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. സോ എന്നിട്ട് മുമ്പോട്ട് അതിലും ഒരു യാത്ര തുടങ്ങണം. OP ഇപ്പോൾ 5 ബ്രാഞ്ചുകളുണ്ട്. ഓൺലൈനിൽ എല്ലാ ദിവസവും നമുക്ക് അത്യാവശ്യം ആളുകളെ സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 2025 നമ്മളൊരു 50,000 ആളുകളെ ടച്ച് ചെയ്യണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ആരോഗ്യമുള്ള ഒരു തലമുറ, അതാണ് ആത്മ. ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന, ആരോഗ്യത്തെപ്പറ്റി ബേസിക് ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സാർ. കാരണം സാറ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ 10 കൊല്ലം മുമ്പ് 40 വയസ്സിന് മേളിലുള്ളവർക്കാണ് ഡയബറ്റിക് കോമൺ ആയിട്ട് കണ്ടത്. ഒരു 5 കൊല്ലം മുമ്പ് 35 വയസ്സിന് മേലുള്ളവർക്കാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി 25 വയസ്സും 20 വയസ്സുള്ള ഡയബറ്റിക് പേഷ്യൻസിനെ എനിക്കുണ്ട് എന്നുള്ളതാണ് സത്യം. സോ പുതുതലമുറ വലിയ പ്രതിസന്ധിയിലാണ്. സോ അവരെ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഞാൻ അവരിലൊരാളാണ് സാർ. ഞാൻ 28 വയസ്സുള്ള അവരിലൊരാളാണ്. സോ എനിക്ക് അവരോട് കുറച്ചുകൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എൻ്റെ തലമുറയോട് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. നിങ്ങൾ കേട്ടു ഡോക്ടർ അഭിജിത്ത് എന്ന 28 വയസ്സുള്ള ഈ യുവ ഡോക്ടറുടെ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ. ശരിയാണ്, നമുക്ക് ഇന്ന് നമ്മൾ എന്തിനേയും ഏതിനേയും പ്രതിരോധിക്കുന്നത് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഇതിനെ സ്യൂഡോ സയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുച്ഛിക്കാം. എന്നിരുന്നാലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം
നമുക്ക് കണ്ണടയ്ക്കാനാവില്ല. കാരണം നമ്മൾ ഫാർമസി എന്ന് പറയുന്നത് അടുക്കളയുടെ അവിടെയാണ് ബോർഡ് വെക്കേണ്ടത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചാൽ നമുക്കുണ്ടാവുന്ന പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരമസത്യം തന്നെയാണ്. എന്നാൽ നാച്ചുറോപ്പതി എന്ന് പറയുന്നവർ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാത്തിനും നാച്ചുറോപ്പതി ഒരു പരിഹാരമാവില്ല, ചിലതിനൊക്കെ പരിഹാരമാണ്. അത് ശ്രദ്ധ ഒന്ന് കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കാം. ഒരു ഡോക്ടർ ഒരു ടീച്ചറായിരിക്കണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. 12,000-ഓളം നല്ല മനുഷ്യരെ അദ്ദേഹം സഹായിച്ചു കഴിഞ്ഞു. 50,000 പേരെയെങ്കിലും ടച്ച് ചെയ്യണം, നല്ല അറിവ് പകർന്നു കൊടുക്കണം. നല്ല ഒരു തലമുറ, ആരോഗ്യമുള്ള, മരുന്നിനെ മാത്രം ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ ഭക്ഷണം കൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു തലമുറ ഉണ്ടാവണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ചെറുപ്പക്കാരനായ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സൈന്യവും മുന്നോട്ട് പോകുന്നത്. ശരിയാണ്, ഒരാരോഗ്യമുള്ള ഒരു തലമുറ ഇനി ഉണ്ടാവട്ടെ, നമ്മുടെ അടുത്ത ജനറേഷനെങ്കിലും അത് മനസ്സിലാക്കട്ടെ എന്ന് ഞാനും അതിയായി ആഗ്രഹിക്കുന്നു. ഡോക്ടർ അഭിജിത്ത്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു. എനിക്ക് തോന്നുന്നു സ്യൂഡോ സയൻസ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നവർക്കും ഒക്കെ ഇത് താങ്കളുടെ ഈ ഡിസ്കഷൻ എനിക്ക് മനസ്സിലായി. കാരണം ഞാനും വിശ്വസിക്കുന്നത് എല്ലാ ശാസ്ത്രവും, നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസ് ആയിരിക്കാം, ആയുർവേദമായിരിക്കാം, എല്ലാവർക്കും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനാവും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ചിലതൊക്കെ എല്ലാവർക്കും എല്ലാം ചെയ്യാനാവില്ല, പക്ഷെ അതൊരു കൊളാബറേറ്റീവായിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റോടു കൂടി ചെയ്യുന്ന ആൾക്കാരെയാണ്. ചിലപ്പോൾ വ്യാജന്മാരായിരിക്കാം എല്ലാവർക്കും തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അത്തരം ആൾക്കാരെ കണ്ടുപിടിച്ച് നല്ല ഒരു ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ താങ്കൾക്കും താങ്കളുടെ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ സാധിക്കട്ടെ. ഈ മെസ്സേജ് നിരവധി പേരിലേക്ക് എത്തിക്കാനാവട്ടെ എന്ന് ഞാനും അതിയായി ആഗ്രഹിക്കുന്നു. താങ്കളുടെ നല്ല പ്രവൃത്തിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.